സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. എന്തായാലും ഇനി ഉണ്ണിമോൾ വലുതാവണം, അടുത്തൊരു കല്യാണമാകാൻ. അതുകൊണ്ട് ഇത് നമുക്ക് എല്ലാവരെയും വിളിക്കാച്ചാ. അതുതന്നെയാ മോനെ എൻ്റെ മനസ്സിലും. ആരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ കുട്ടനാട്ടിൽ ഒരു കല്യാണം വെച്ചാൽ 1000 പേര് കുറഞ്ഞ കേസില്ല. അച്ഛാ, ഏട്ടാ, ഊണ് കഴിക്കാൻ വരൂ. ഉണ്ണിമോ വന്ന് വിളിച്ചപ്പോൾ അവർ രണ്ടാളും എണീറ്റു. കാരി വറുത്തതും വെള്ളരിക്ക മോര് ഒഴിച്ചുകറിയും പച്ചപ്പയറും മെഴുക്കുരുട്ടിയുമാണ് കറികൾ. പിന്നെ ലക്ഷ്മിക്ക് വേണ്ടി പ്രത്യേക ഉള്ളിത്തീയലുണ്ട്. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും ചർച്ച വീണയുടെ വിവാഹമാണ്. തലേ ദിവസം മൈലാഞ്ചി ഇടുന്നതും വീഡിയോ പിടിക്കുന്നതും ഒക്കെയായിരുന്നു ഉണ്ണിമോളുടെ വിഷയം. അങ്ങനെ അടുത്ത ദിവസം വൈകിട്ട് ലക്ഷ്മിയും വീണയും ഉണ്ണിമോളും കൂടി വൈശാഖനുമായിട്ട് പോയി ഡ്രസ്സ് എടുത്തു. ലക്ഷ്മിക്കൊരു കാഞ്ചീപുരം സാരി, സുമിത്രയ്ക്കും ലക്ഷ്മി എടുത്തത് അതേ കളർ ഒരു സാരിയാണ്, അതും നല്ല വിലയുള്ളത്. ഉണ്ണിമോൾക്ക് പാവാടയും ബ്ലൗസും. ബ്ലൗസ് ആണെങ്കിൽ അവരുടെ സാരിയുടെ നിറമുള്ള കാഞ്ചീപുരം മെറ്റീരിയലാണ് മുറിച്ചെടുത്തത്. ലക്ഷ്മി, എല്ലാം കൂടി ഒരു 25,000 തീരുവോ? ഇടയ്ക്ക് വൈശാഖൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. ഇത്തിരി ആഡംബരം കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും ഏട്ടൻ അവിടെ പോയി മര്യാദയ്ക്കൊരു കസേരയിലിരിക്കും. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് സമയം കൂടി അനുവദിക്കണം. അതും പറഞ്ഞ് ലക്ഷ്മി അടുത്ത സെക്ഷനിലേക്ക് നടന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ അവർ നേരെ ഒരു ജ്വല്ലറിയിലേക്കാണ് കയറിയത്. ഇതെന്താ ഏട്ടത്തി ഇവിടെ? ഉണ്ണിമോൾക്കും വീണയ്ക്കും ഒന്നും മനസ്സിലായില്ല. അതൊക്കെ പറയാം, നിങ്ങൾ വരൂ. ലക്ഷ്മി അവരെ രണ്ടാളെയും വിളിച്ച് ജ്വല്ലറിയിലേക്ക് പ്രവേശിച്ചു. ഈ കുട്ടിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ചെട്ടിനാട് കളക്ഷൻ നെക്ലസും വളയും വേണം. ലക്ഷ്മി സെയിൽസ്മാനോട് പറഞ്ഞപ്പോൾ വീണ അന്താളിച്ചു. എനിക്കോ? എനിക്കൊന്നും വേണ്ട എടുത്തി, അച്ഛൻ എല്ലാം എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ അവളെ തടഞ്ഞു. നീ മിണ്ടാതിരിക്കു പെണ്ണേ, ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്തു. വീണ പക്ഷെ ഒന്നും മിണ്ടാതെ നിന്നതേ ഉള്ളൂ. 6.5 പവന്റെ ഒരു നെക്ലേസാണ് വീണയ്ക്ക് വേണ്ടി ലക്ഷ്മി തിരഞ്ഞെടുത്തത്. അതിന് മാച്ച് ചെയ്യുന്ന വള പക്ഷേ കിട്ടിയില്ല. പകരം ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ജിബിക്ക് കമ്മലും കൂടി വീണയ്ക്ക് വേണ്ടി അവളെടുത്തു. എടുത്തി, ഈ കമ്മൽ മാത്രം മതി പ്ലീസ്. വീണ അവളുടെ കയ്യിൽ പിടിച്ചു. ഇത്രയും നല്ലൊരു കളക്ഷൻ വേണ്ടെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ മാഡം. വീണയെ നോക്കി ജ്വല്ലറിലെ സെയിൽസ്മാൻ പുഞ്ചിരിച്ചു. ഉണ്ണിമോൾക്ക് ഒരു ജിമുക്കി കമ്മലും കൂടി ലക്ഷ്മി എടുത്തു. ലക്ഷ്മിയുടെ അച്ഛൻ ഡിപ്പോസിറ്റ് ചെയ്തു കൊടുത്ത കാശിൽ നിന്നെടുത്താണ് അവൾ ഈ ആഭരണങ്ങളൊക്കെ വാങ്ങിയത്. കൂടാതെ അവൾ തന്റെ 4 പവന്റെ ഒരു നെക്ക് പീസ് കൂടി കൊടുത്തു. എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിയത്? ആവശ്യത്തിനുള്ളതെല്ലാം അച്ഛൻ മേടിച്ചതല്ലേ? വീട്ടിലെത്തിയതും സുമിത്ര ലക്ഷ്മിയോട് പറഞ്ഞു. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മേ? നമ്മുടെ വീണക്കുട്ടി ഏറ്റവും സുന്ദരിയായിരിക്കണം വിവാഹത്തിൻ്റെ അന്ന്. അതെന്തായാലും നടക്കില്ല, ലക്ഷ്മി എടുത്തി അടുത്തുള്ളപ്പോൾ. ഉണ്ണിമോൾ അവളുടെ ജിമുക്കി കമ്മൽ ഇട്ടുകൊണ്ട് കണ്ണാടിയും പിടിച്ചുകൊണ്ട് അവർ കരിയിലേക്ക് വന്നു. ആഹാ, നോക്കട്ടെ, ചുന്ദരിയായല്ലോ. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി, ഇങ്ങോട്ടൊന്ന് വരൂ. വൈശാഖൻ റൂമിൽ നിന്ന് ഉറക്കെ വിളിച്ചു. എന്താ ഏട്ടാ? ലക്ഷ്മി, നീ എത്ര സമയമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട്? പോയി കിടക്കിനിയെങ്കിലും. അതായിരുന്നല്ലേ കാര്യം? ഞാനോർത്ത് എന്താണെന്ന്. ഇനി നീ റെസ്റ്റ് എടുക്കുവണ്ണേ, മടുത്തില്ലേ? കാലിന് നീരുണ്ട്, ദിവസം അടുത്തടുത്ത് വരുമല്ലേ? അവൾ തന്റെ കാലുകൾ രണ്ടും നോക്കി. വേഷം മാറി വന്ന് കിടക്കാൻ നീ വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ. അവൻ പറഞ്ഞതും ലക്ഷ്മി ഡ്രസ്സ് മാറി മേല് കഴുകാനായി വാഷ്റൂമിലേക്ക് പോയി. ഇന്നെന്റെ മനസ്സ് നിറഞ്ഞേട്ടാ. വീണയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഓർണമെന്റ്സ്. ഏട്ടിനെന്തോ ഒരു സന്തോഷമില്ലാത്തേ? അതിഷ്ടായില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി, സന്തോഷമായിരിക്കുന്നു. പക്ഷെ ഇതിലും സന്തോഷമായത് നീ അച്ഛനും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്ത ഗിഫ്റ്റ് കണ്ടപ്പോഴാ. അത് കേട്ടതും ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ മെല്ലെ ലക്ഷ്മിയുടെ അടുത്ത് ചെന്നു. അവളെ തന്റെ വലം കയ്യെ ചേർത്ത് പിടിച്ചു. ലക്ഷ്മി, എന്തേട്ടാ? ലക്ഷ്മി, റിയലി അപ്പാ, ഐ എം പ്രൗഡ് ഓഫ് യു മൈ ഡാർലിംഗ്. ഓ, എന്തൊരു പരിഷ്കാരമാണ്. സത്യം ലക്ഷ്മി, നിന്നെ എനിക്ക് ഈശ്വരൻ തന്നതാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നീ വന്നതോടെ ഈ വീട് ആകെ മാറി. അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ മക്കളെക്കാട്ടിലും ഇഷ്ടം ഇപ്പം നിന്നോടാ. അവൻ അവളുമായി വന്ന് കട്ടിലിരുന്നു. കുഞ്ഞാവേ, അച്ഛൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
അമ്മയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന്. അച്ചോടാ, മുത്തിനോട് മിണ്ടാനെന്ന് അച്ഛൻ മറന്നുപോയി. അച്ചയുടെ പൊന്നെ, സുഖാണോ? കുഞ്ഞാവ് ഇനി എന്നാ വരുന്നേ അച്ചയുടെ അടുത്തേക്ക്? സമയമാകട്ടെ അല്ലേ പൊന്നെ. അച്ചയോട് തിടുക്കം കൂട്ടണ്ടെന്ന് പറ. മോനാണോ മോളാണോ അറിയില്ലല്ലോടി. അറിയില്ലട്ടാ. നെക്സ്റ്റ് ടൈം ചെക്കപ്പിന് പോകുമ്പോൾ ആ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ആ, എന്തായാലും ഇത്രയായില്ലേ. ഇനി ഭാവി ഉണ്ടാവുമ്പോൾ അറിഞ്ഞാൽ മതി. ഏട്ടന്റെ ഇഷ്ടം പോലെ ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി അഥവാ മോനാണെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാന്നേ. ഉം, അതെ അതെ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കും. ഓ, അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. കല്യാണത്തലേന്നെത്തി. എല്ലാവരും ആകെ തിരക്കിലാണ്. വൈശാഖനന്ന് ലീവ് എടുത്തിരുന്നു. ബന്ധുമിത്രാദികൾ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയും ഉണ്ണിമോളും കൂടി തയ്ക്കാൻ കൊടുത്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. വീണയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി നല്ല സുന്ദരിയായി വന്നിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞതും പന്തലിടാനുള്ളവരും സദ്യ ഉണ്ടാക്കുന്നവരും ഒക്കെ വന്നു. മുറ്റത്ത് പന്തലുയർന്നതും അതൊരു കല്യാണ വീടായി മാറി. ആകെ ബഹളമയമാണ് അന്തരീക്ഷം. അത്താഴ സദ്യക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുവാനായി പച്ചക്കറികൾ അരിയാണ് സ്ത്രീജനങ്ങൾ. പടവലവും വെള്ളരിയും മത്തനും പയറും വെണ്ടയും ചീരയും എല്ലാം ശേഖരൻ തലേന്നാൾ പറിച്ചു വെച്ചു. ചോറാണെങ്കിൽ ഒരു വല്ലുവെങ്കിലും വേണ്ടിവരുമല്ലേ. ഇടയ്ക്ക് നാരായണമെന്ന് പെങ്ങളോട് ചോദിച്ചു. ആള് കൂടുതലാണോ ഏട്ടാ? അതെ. അവരോട് ഞാൻ കുറച്ച് അരിയിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വന്നിട്ട് വിശന്നു പോകരുതല്ലോ. ഇന്ന് കുടിക്കരുത് കേട്ടോ നാരായണേട്ടാ. എല്ലാത്തിനും ഏട്ടൻ വേണം മുൻകൈ എടുക്കാൻ. വൈശാഖനും ശേഖരേട്ടനും ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കുവാ. അത് പിന്നെ പറയണോടി. അതിനല്ലേ ഞാൻ ഇന്നലെ തന്നെ എവിടേക്ക് വന്നത്. അമ്മേ, ദേ വിലാസിനി കുഞ്ഞമ്മ വരുന്നു. ഉണ്ണിമോ വിളിച്ചു പറഞ്ഞു. ഏട്ടൻ ഞാൻ ഇപ്പോ വരാം. നീ ഈ ഭാഗത്തേക്ക് വരണ്ട, ഇവിടെ ഞാനുണ്ട്. ഓ, സുമിത്രയെ തിരക്കാണല്ലേ. മക്കളെല്ലാരും എന്തേടി? കുഞ്ഞമ്മേ കയറി വാ. മക്കളെല്ലാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നിന്നോടൊരു കാര്യത്തിന് ഞാൻ പിണക്കുവാണ് കേട്ടോ. എന്താ കുഞ്ഞമ്മേ? നിന്റെ മോന് ജോലി കിട്ടി, വലിയ ഇൻസ്പെക്ടറായിട്ട്. എന്നോടൊന്ന് പറഞ്ഞോടി. ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയല്ലേ അവൻ. എന്റെ കുഞ്ഞമ്മേ, ഞാൻ രാജേന്ദ്രനോട് വിളിച്ചു പറഞ്ഞിരുന്നു. കുഞ്ഞമ്മയുടെ കൈ ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ടൗണിലാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞോളാന്ന് എന്നോട് പറഞ്ഞു. ഓ, അമ്മ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? 100 കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഒരു പരാതി. രാജേന്ദ്രന്റെ ഭാര്യ കനക അവരോട് ദേഷ്യപ്പെട്ടു. കേറി വാ കുഞ്ഞമ്മേ, ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് വന്നതല്ലേ. സുമിത്ര പറഞ്ഞപ്പോൾ അവരകത്തേക്ക് കയറി. മണവാട്ടിപ്പെണ്ണ് എന്തിയടി? വീണേ, സുമിത്ര ഉറക്കെ വിളിച്ചു. ദാ വരുന്നമ്മേ. അവളും ലക്ഷ്മിയും കൂടി ഇറങ്ങി വന്നു. ആ, ഇങ്ങോട്ട് വന്നേടി കൊച്ചെ, നിന്നെ ഒന്ന് കാണട്ടെ. കുഞ്ഞമ്മ വീണയെ വിളിച്ച് കയ്യിൽ പിടിച്ചു. വൈശാഖന്റെ പെണ്ണിന് എത്ര മാസം അടി? മോക്ക് 7 മാസം കഴിഞ്ഞു, 8ൽ കയറി. ആണോ? മോളുടെ വയറ് കണ്ടിട്ട് ആൺകുഞ്ഞു പോലുണ്ടല്ലോടി. അമ്മേ, അതൊക്കെ പിന്നെ പറയാം. അമ്മ ഇങ്ങോട്ട് വാ. കനക വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. മോളെ, കുഞ്ഞമ്മയുടെ മുൻപിലൊന്നും അധികം ചെല്ലണ്ട, കണ്ണു വെച്ചാ ബലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര കുറച്ച് പാണലിന്റെ ഇല കൊണ്ടുവന്ന് ലക്ഷ്മിയെ ഒഴിഞ്ഞു കൊണ്ടുപോയി. ഓ, ഇനി ഇതും കണ്ടുകൊണ്ട് കുഞ്ഞമ്മ വന്ന് തീർന്നു. സുമിത്രയുടെ മൂത്ത നാത്തൂൻ മാലതി പറഞ്ഞു. ദേ ഇപ്പൊ ഒരേച്ചി. സുമിത്ര മെല്ലെ പറഞ്ഞു. വിജിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഉണ്ണിമോൾ നടക്കുകയാണ്. വിജി ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നതറിയാതെ അവൾ ലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദേ ലക്ഷ്മി, ഫേഷ്യൽ കിറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, നീ ഒന്ന് ചെയ്തതാ. അവൾ ഒരു പാക്കറ്റ് ലക്ഷ്മിയുടെ നേർക്ക് നീട്ടി. ആ, നീ വന്ന് കയറിയതേ തുടങ്ങിയോ? സുമിത്ര മകളുടെ അടുത്തേക്ക് വന്ന് ദേഷ്യപ്പെട്ടു. സന്ധ്യ ആയതോടെ അവിയലിന്റെയും കുറുക്കുകാളിന്റെയും ഒക്കെ ത്രസിപ്പിക്കുന്ന സുഗന്ധം അവിടെ ആകെ നിറഞ്ഞു. ബന്ദിപ്പൂക്കൾ കൊണ്ടുള്ള മാല വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് വീടിന്റെ ഉമ്മറത്തുമല്ല. ഒക്കെ ലക്ഷ്മിയുടെ പ്ലാനാണ്. മൈലാഞ്ചി കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ. മഞ്ഞ നിറമുള്ള ലെഹങ്കയാണ് വീണ ധരിച്ചത്. ഉണ്ണിമോളും ലക്ഷ്മിയും ആ നിറമുള്ള വേഷം തിരഞ്ഞെടുത്തു. തലേന്നാൾ വീണയുടെ കൂട്ടുകാരികളായ സൈറയും ശബാനയും വന്ന് അവൾക്ക് മൈലാഞ്ചിയിട്ട് കൊടുത്തിരുന്നു. വൈകിട്ട് 7 മണിയോടുകൂടി മഞ്ഞ നിറമുള്ള ഒരു പരവതാനി വിരിച്ചു. അതിലെല്ലാവരും നിരത്തിരുന്നു. ലക്ഷ്മിക്ക് തറയിലിരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ
അവളൊരു കസേരയിലാണ് ഇരുന്നത്. വീണയെ അവളുടെ അമ്മായിമാർ ചേർന്ന് ആനയിച്ചുകൊണ്ട് വന്നു. സുമിത്ര നിലവിളക്ക് കൊളുത്തി. അലങ്കരിച്ച ഉണ്ണിക്കണ്ണന്റെ വെണ്ണക്കൽ വിഗ്രഹത്തിന്റെ മുൻപിലാണ് അവൾ വിളക്ക് കൊളുത്തി വെച്ചത്. ഓട്ടുമുന്തയിൽ നിറയെ വെള്ളമെടുത്ത് വെച്ച് അതിൽ കുറച്ച് പനിനീർപ്പൂക്കൾ ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു തളികയിൽ കുറച്ച് മുന്തിരിയും അനാറും ഞാവൽപ്പഴവും നിറയെ വെച്ചിട്ട് ഒരു സ്പൂണും ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ഓട്ടുപാത്രത്തിൽ കുഴിച്ചു വെച്ചിട്ടുണ്ട്. വീണയെ അലങ്കരിച്ച ഒരു കസേരയിലിരുത്തിയിട്ട് അമ്മായിമാർ രണ്ടുപേരും ചേർന്ന് കാലിൽ കിണ്ടിയിൽ നിന്ന് വെള്ളമൊഴിച്ച് കഴുകി. അതിനുശേഷം കുഴിച്ച മഞ്ഞളെടുത്ത് കവിളിൽ രണ്ടും തേച്ചു. കൈക്കുടനിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന വെറ്റിലയിൽ അവർ ആദ്യം മൈലാഞ്ചി ഇട്ടുകൊടുത്തു. ഒരു സ്പൂണിൽ ഓരോ മുന്തിരിയും കൂടി എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് അവർ രണ്ടാളും മാറി. ഇതെല്ലാം ലക്ഷ്മി പറഞ്ഞ പ്രകാരമാണ് അവർ ചെയ്തത്. വീഡിയോഗ്രാഫർ എല്ലാം കറക്റ്റായി പിടിച്ചെടുക്കുന്നുണ്ട്. ശേഖരനും സുമിത്രയും കൂടിയാണ് മകൾക്ക് മൈലാഞ്ചിട്ട് കൊടുത്തത്. അതുപോലെ വൈശാഖനും ലക്ഷ്മിയും. അങ്ങനെ എല്ലാവരും വീണയ്ക്ക് മൈലാഞ്ചിട്ട് കൊടുത്തു. ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും രാജീവനും ദീപയും എല്ലാവരും എത്തിച്ചേർന്നു. അതീവ സന്തോഷത്തിലാണ് അവരൊക്കെ. മൈലാഞ്ചി കല്യാണം അങ്ങനെ ഗംഭീരമായി കഴിഞ്ഞു. അത്താഴ സദ്യയ്ക്ക് ശേഷം ഓരോരുത്തരായി പിരിഞ്ഞുപോയി. എല്ലാവരും കിടന്നപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. വീണയ്ക്കാണെങ്കിൽ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ശ്രീരാജിന്റെ വീട്ടിൽ ബാച്ചിലേഴ്സ് പാർട്ടി പൊടി പൊടിക്കുകയാണ്. എന്നാലും അവൻ 3-4 പ്രാവശ്യം അവളെ വിളിച്ചു. വീണക്കുട്ടി, നീ മിടുക്കി കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ പെട്ടെന്നൊന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അവന്റെ കള്ളച്ചിരി അവളുടെ കാതിൽ മുഴുങ്ങി. സമയം 4:30. വീണേ, മോളെ എഴുന്നേക്ക്. സുമിത്ര വന്ന് കൊട്ടി വിളിച്ചപ്പോൾ അവൾ വേഗം കണ്ണു തുറന്നു. അമ്മേ, നേരം പോയോ? അവൾ ചാടി എഴുന്നേറ്റു. ഇല്ല ഇല്ല, നിനക്ക് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴണ്ടേ? അത് കഴിഞ്ഞ് ഒരുങ്ങാൻ പോകണ്ടേ മോളെ? അമ്മ, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു. വൈശാഖനുമായിട്ടാണ് വീണ അമ്പലത്തിൽ പോയത്. അവനാണ് ബ്യൂട്ടി പാർലറിലും കൊണ്ടുപോയത്. വീണ ഒരുങ്ങി വന്നപ്പോൾ ഇത്തിരി താമസിച്ചു പോയി. പിന്നെ വേഗം ദക്ഷിണ കൊടുക്കൽ ചടങ്ങ്. അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ഒക്കെ കാല് തൊട്ട് തൊഴുതപ്പോൾ വീണയെ വിറയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കരഞ്ഞു പോകുന്ന മട്ടിലായിരുന്നു വീണ. പക്ഷെ എല്ലാവരും മുൻകൂട്ടി ക്ലാസ് എടുത്തതുകൊണ്ട് അവൾ പിടിച്ചു തന്നു. ലക്ഷ്മി അവളുടെ കവിളിൽ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്തു. അച്ഛൻ്റെ കൈപിടിച്ചാണ് അവൾ ഏട്ടൻ്റെ ഒപ്പം കാറിൽ കയറിയത്. അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു. അവർ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറുക്കൻ കൂട്ടരെത്തിയത്. വൈശാഖനും ശേഖരനും വിചാരിച്ചാലും കൂടുതൽ മണ്ഡപം നന്നായി അലങ്കരിച്ചിരുന്നു. എല്ലാവർക്കും മണ്ഡപം നന്നേ ഇഷ്ടപ്പെട്ടു. ലക്ഷ്മിയും വിജയും ഉണ്ണിമോളും എല്ലാവരും അതീവ സുന്ദരികളായി ഒരുങ്ങിയിരുന്നു. പക്ഷെ ഉണ്ണിമോൾ പറഞ്ഞതുപോലെ ലക്ഷ്മിയായിരുന്നു താരം. അതിൻ്റെ ഒരു ഗമ വൈശാഖിന്റെ മുഖത്ത് കാണാം. തന്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും അവൻ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ചെറുക്കനെ സ്വീകരിച്ച് വൈശാഖൻ മണ്ഡപത്തിലേക്ക് എത്തി. അഷ്ടമംഗല്യം നിറച്ച താലവുമായി വീണയും എത്തി. എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളോടെ 11:30-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീരാജ് വീണയുടെ കഴുത്തിൽ താലി ചാർത്തി. മാലതിയമ്മായി കാര്യമായിട്ടാണല്ലോ കുരവിടുന്നത്. പൈസ വല്ലതും കൊടുത്തിരുന്നോ ആവോ? ഉണ്ണിമോൾ ചിരിച്ചുകൊണ്ട് വീണ് വിജയോട് പറഞ്ഞു. പതുക്കെ പറകുട്ടി, ആരെങ്കിലും കേൾക്കും. ഓ, ഈ ബഹളത്തിൽ ഇതൊക്കെ ആർക്കാ ശ്രദ്ധിക്കാൻ സമയം? ലക്ഷ്മിയാണെങ്കിൽ വലിയ വയറുമായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. വൈശാഖിന്റെ കണ്ണുകൾ അവളെ തന്നെയായിരുന്നു. കാരണം അവൾക്ക് എന്തെങ്കിലും ക്ഷീണം വരുമോ എന്നൊക്കെയാണ് അവന്റെ പേടി. വീണയും ശ്രീരാജും പല പല പോസുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ വൈശാഖൻ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി അവരുമായി ചേർന്ന് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ദേവേട്ട, സദ്യ എങ്ങനെയുണ്ട്? ആദ്യത്തെ പന്തി കഴിച്ചെഴുന്നേറ്റ ഒരാളോട് വൈശാഖൻ മെല്ലെ ചോദിച്ചു. സദ്യ ഗംഭീരമാണടാ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഊണ് കഴിച്ചിട്ടില്ല. ഓ, സമാധാനമായി. എന്റെ ടെൻഷൻ മുഴുവൻ അതായിരുന്നു. പ്രഭാകര സാറിന്റെ സദ്യ നമ്മളിതിനു മുമ്പ് അങ്ങനെ കഴിച്ചിട്ടില്ല. അച്ഛനോട് ആരോ പറഞ്ഞിട്ടാണ് അവർക്ക് നമ്മൾ സദ്യ കൊടുത്തത്. ഒരു ടെൻഷനും വേണ്ടടാ. ആടപ്രഥമനാണെങ്കിൽ ബഹുകേമമാണ്. മറയൂർ ശർക്കരയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെയാ ആ പായസം ഉണ്ടാക്കിയത്.
ഓ, സന്തോഷം ദേവേട്ട. അവൻ അയാളുടെ കയ്യിൽ പിടിച്ച് നടന്നു നിന്നു. ദേവേട്ട സദ്യ കഴിച്ചു കഴിഞ്ഞ് അഭിപ്രായം പറഞ്ഞതാ. അതുകൊണ്ട് വൈശാഖിന് സന്തോഷമായി. ലക്ഷ്മിയുടെ അച്ഛനാണെങ്കിൽ എല്ലാവരെയും സദ്യ കഴിക്കാൻ വിളിക്കുന്നതും ആളുകൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കറികളൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്നുണ്ട്. വൈശാഖിന് ഒരുപാട് സന്തോഷം തോന്നി. സദ്യ നന്നായിട്ടുണ്ടെന്ന് ഓരോ ആളുകളുടെയും മുഖം കണ്ടാൽ അറിയാം. അവിയലും ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറുമാണ് ആളുകൾ കൂടെ കൂടെ മേടിക്കുന്നത്. പിന്നെ അടപ്രഥമനും. ഏറെ കറിവേപ്പിലയും ചുവന്നുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് നാളികേരപ്പീരിയിൽ പൊതിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ അവിയൽ. ചെറു ചൂടോടെ വിളമ്പുന്ന അവിയലിൽ നിന്ന് നല്ല നാടൻ പച്ചവെളിച്ചെണ്ണയുടെ ത്രസിപ്പിക്കുന്ന സുഗന്ധം കൂടി പൊങ്ങി വന്നപ്പോൾ കലവറയിൽ വിളങ്ങുന്ന ദിവാകരേട്ടന്റെ കൂടെ കിളി പോയി എന്നാണ് ശബരീഷ് ഇടയ്ക്ക് വന്ന് വൈശാഖനോട് പറഞ്ഞത്. കിളിച്ചുണ്ടമാങ്ങിയായിരുന്നു അച്ചാറിനായി പ്രഭാകരൻകാരനവർ തിരഞ്ഞെടുക്കുന്നത്. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് പിരിയമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും കടുകും വറുത്തു പൊടിച്ചുകൂടി എല്ലാം ഇട്ട് മൂപ്പിച്ച് കൃത്യമായി നീളത്തിലും കനത്തിലും അരിഞ്ഞു വെച്ച മാങ്ങയിലേക്കിടും. ആവശ്യത്തിന് ഉപ്പും ചേർക്കും. എന്നിട്ട് അടച്ച് ഒരു 20 മിനിറ്റെങ്കിലും വെക്കും. ആ തിളച്ചു മറിഞ്ഞ എണ്ണയുടെ ചൂടിലാണ് മാങ്ങ വെന്തു വരുന്നത്. ഒരടുപ്പിലും വെക്കില്ല, ഒട്ടും വെള്ളവും ചേർക്കില്ല. ഇതാണ് ഈ മാങ്ങാച്ചാറിന്റെ രഹസ്യം. മൂപ്പിൽ നായർ ഇരുന്ന് വിശദീകരിക്കുകയാണ് വേറൊരു പ്രമാണിയോട്. ശേഖരേട്ടന് മാത്രം ഒരു വെപ്രാളമാണ്. ഇതിനു മുന്നത്തെ 2 കല്യാണത്തിനും അങ്ങനെ തന്നെയായിരുന്നു. അതിപ്പോഴും പുള്ളിയുടെ മുഖത്തൊന്നും മാറിയിട്ടില്ല. ശേഖരേട്ട, കല്യാണം സദ്യയൊക്കെ കേമായിട്ടോ? പലചരക്ക് കടക്കാരൻ തോമാച്ചേട്ടൻ ഒരു ചുരുട്ടിയ കവർ ശേഖരന്റെ കയ്യിലേക്ക് തിരികെ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. വന്നതി സന്തോഷം തോമാച്ചേട്ട. അങ്ങനെ ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഇഷ്ടം പോലെ കവറും കിട്ടിയിരുന്നു ശേഖരന്റെയും സുമിത്രയുടെയും ഒക്കെ കയ്യിൽ. അവരും അതുപോലെ എല്ലാ ചടങ്ങുകൾക്ക് പോയാലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. തന്നെയുമല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മേലെടുത്ത ശേഖരനെയും കുടുംബത്തെയും. വീണേ, വാ ഭക്ഷണം കഴിക്കാം, ഇറങ്ങാൻ സമയമായി വരുന്നു. ഇടയ്ക്ക് ലക്ഷ്മി പോയി അവളെ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും വൈശാഖനും അവിടേക്ക് വന്നു. ശ്രീരാജ് വരൂ, ഇനി കഴിക്കാം വീണേ, വൈശാഖൻ വിളിച്ചു. അങ്ങനെ അവർ രണ്ടാളും കൂടി വൈശാഖിന്റെയും ലക്ഷ്മിയുടെ ഒപ്പം നടന്നു വന്നു. മോളെ, അമ്മ അങ്ങോട്ട് പോവാണേ, അവിടെ ചെന്ന് എല്ലാം റെഡിയാക്കണ്ടേ? വീണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീരാജിന്റെ അമ്മ പറഞ്ഞു. ശരിയമ്മേ, അവൾ പുഞ്ചിരിച്ചു. മോളെ ലക്ഷ്മി, നാളെ എല്ലാരും കൂടി അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ഞാന് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്നേക്കാം അമ്മേ, നാളെ കാണും കേട്ടോ. ലക്ഷ്മി അവരുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ ഒരു ചടങ്ങിപ്പോൾ ഉള്ളതാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ കല്യാണ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് പെണ്ണിനെയും ചെറുക്കനെയും വിരുന്നിനായി ക്ഷണിച്ചിട്ട് തിരിച്ചു പോരും. ലക്ഷ്മിക്കാണെങ്കിൽ കസേരയിലിരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. വൈശാഖൻ അവളെ പിടിച്ചാണ് ഇരുത്തിയത്. നീ ഇനി അടങ്ങി ഒതുങ്ങി ഇരുന്നോളും കേട്ടോ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. വൈശാഖൻ അവളെ ശാസിച്ചു. കുഞ്ഞനങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളും കേട്ടോ, നിനക്കൊരു ബോധവുമില്ല. ഏട്ടാ പയ്യൻ കേൾക്കും, ഒന്നും മിണ്ടാതിരിക്കും. ലക്ഷ്മി അവനെ നോക്കി കണ്ണുരുട്ടി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിന്റെ മുഖം കണ്ടാലറിയാം നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. അത് ഇന്നലെ ഉറക്കം വിളച്ചിരുന്നുകൊണ്ടാ. നന്നായി ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ഈ പ്രശ്നം തീരും. എന്തിനും നിനക്ക് മറുപടി ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി രാത്രി കാലിന്റെ മസിൽ കയറുന്നു എന്ന് പറഞ്ഞു വാ, അപ്പൊ പറയാൻ ഞാൻ ബാക്കി. വൈശാഖിന് തന്നെക്കുറിച്ചോർത്ത് വലിയ ഉത്കണ്ഠയാണെന്ന് ലക്ഷ്മിക്കറിയാം. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വേഗം വീട്ടിലേക്ക് പോയിക്കൊള്ളാം ഏട്ടാ, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുമിത്രയും ശേഖരനും കൂടി വിജിയുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് സംസാരിക്കുവാണ്. രാജീവിനും ദീപയുമൊക്കെ അവരോട് യാത്ര പറയുവാനായി അടുത്തേക്ക് വന്നു. അയ്യോ, ഇപ്പോഴേ പോവാണോ? വീട്ടിൽ വന്നിട്ട് പോയാൽ പോരെ? സുമിത്ര ദീപയുടെ കയ്യിൽ പിടിച്ചു. ആകെ മടുത്തമ്മേ, ഞങ്ങൾ പൊയ്ക്കോളാം, ഇടയ്ക്കൊരു ദിവസം ഞങ്ങൾ വരാം, ദീപ പറഞ്ഞു. തുടരും.